ശിശുക്കളുടെ ക്ഷേമമല്ല കേരളത്തിലെ സർക്കാരിന്റെയും ശിശുക്ഷേമ സമിതിയുടേതുമെന്ന് മനസ്സിലാവുകയാണ് ഇപ്പോൾ. പാർട്ടിയുടെ ക്ഷേമം മാത്രമാണ് വലുത് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളെല്ലാം CPM വകയാണ്. ഭരണതലപ്പത്ത് കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണുള്ളത്. ശിശുക്ഷേമ സമിതി ഓഫീസിലെ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങൾ പാർട്ടി ഇടപെടലുകൾ നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. പാർട്ടി സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് അനധികൃതമായി ശിശുക്ഷേമ സമിതിയിൽ നിയമനം നേടിയെടുത്തത്. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊലക്കേസ് പ്രതി വരെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. സ്ഥാപനത്തിലെ ഇടത് സംഘടനയെ നയിക്കുന്നത് ഈ കൊലക്കേസ് പ്രതിയാണ്. അടുത്തിടെയാണ് മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ 4ാം പ്രതി V അജികുമാറിനെ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പഠന ക്യാമ്പിൽ കുട്ടികളോട് അപമര്യാദയെ പെരുമാറിയ ആളും ഭരണസമിതിയിലുണ്ട്. ഇതുവരെ സംഭവത്തിൽ യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. കുട്ടികളോട് മോശമായി പെരുമാറിയ സംഭവത്തെ തുടർന്ന് ഇടത് യൂണിയൻ നേതാവിന്റെ ഭാര്യയായ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റം നടത്തുകയായിരുന്നു. എന്നാൽ പോയ പോലെ തന്നെ തിരികെ ശിശുക്ഷേമ സമിതിയിലെത്തി. ദത്തെടുക്കൽ വിവാദ കേസിൽ പിരിച്ചുവിട്ട ജീവനക്കാരെയും തിരികെ ജോലിക്ക് എടുത്തിരുന്നു. കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട സ്ഥാപനത്തിലാണ് തികഞ്ഞ അനാസ്ഥ. ഇതിനിടെ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ആയമാരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നഖം വെട്ടിമിനുക്കിയാണ് ആയമാർ തെളിവെടുപ്പിനെത്തിയത്. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാക്കി മാറ്റുകയാണ്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരി നേരിട്ട ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3 ആയമാരും നഖം വെട്ടിയാണ് പോലീസിന് മുന്നിൽ ഹാജരായത്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ പിഞ്ചു കുഞ്ഞിനോട് അതിക്രൂരമായിട്ടാണ് 3 ആയമാരും പെരുമാറിയത്. കിടക്കയിൽ സ്ഥിരമായി മൂത്രമൊഴിച്ചിരുന്ന കുഞ്ഞിനെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് കഴിഞ്ഞ മാസം 24 ഒരു വിവാഹവേദിയിൽ വെച്ചാണ് പറയുന്നത്. അത് കേട്ട് സന്തോഷത്തല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായുമില്ല. കുഞ്ഞിനൊരു പണി കൊടുത്തു എന്ന തരത്തിലാണ് ആയമാരുടെ ആദ്യ ദിവസങ്ങളിലെ പെരുമാറ്റം. ഒരാഴ്ചയോളം ഇക്കാര്യം ഇവർ മറച്ചുവെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ഞിനെ കുളിപ്പിച്ചത് പ്രതികളായിരുന്നു. മുറിവിൽ വെള്ളം വീഴുമ്പോൾ വേദന കൊണ്ട് കുട്ടി നിലവിളിച്ചെങ്കിലും പ്രതികൾ അനങ്ങിയില്ല. ആഴ്ചയിൽ ഡ്യൂട്ടി മാറിയ പുതിയ ആയയാണ് കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചത്. ഇതാണ് നിർണായകമായത്. സ്വകാര്യ ഭാഗത്തെ മുറിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയയാണ്. കുട്ടികളെ അടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടത് രാഷ്ട്രീയ ബന്ധം കാരണം ഇവരെല്ലാം ജോലിയിൽ തുടരുകയാണ്.